ഒരിക്കൽ ഒരിടത്ത് ഒരു പയ്യനുണ്ടായിരുന്നു. ക്രിസ്റ്റഫർ എന്നാണ് അവന്റെ പേര്. അവൻ ഇടയ്ക്കിടയ്ക്ക് അവന്റെ വീടിനടുത്തുള്ള കാട്ടിലേക്ക് കളിക്കാൻ പോകാറുണ്ട്. അങ്ങനെ ഒരിക്കൽ അവൻ ഒരു കൂട്ടം ഭീകര ജീവികളെ കണ്ടു. ഈ ജീവികളെല്ലാം ക്രോസ് ബ്രീഡ്സ് ആണ്. കണ്ടാൽ തന്നെ ശരിക്കും പേടിയാവുന്ന രൂപം. എന്നാൽ ബാക്കിയുള്ളവർക്കൊക്കെ ആ ജീവികളെ കാണുമ്പോൾ പേടിയാണെങ്കിൽ ക്രിസ്റ്റഫറിന് ആ ജീവികളോട് സ്നേഹമാണ് തോന്നിയത്. പിന്നീട് അങ്ങോട്ട് എല്ലാ ദിവസവും അവൻ ആ ജീവികളെ കാണാൻ പോകും. അങ്ങനെ അവർ വലിയ കൂട്ടായി. മാത്രമല്ല ആ ജീവികൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ക്രിസ്റ്റഫറാണ് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ജീവികൾക്ക് ക്രിസ്റ്റഫറിനെ വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ക്രിസ്റ്റഫർ വളർന്നു വലുതായി. അവനിപ്പോ പഠിക്കേണ്ട ആവശ്യത്തിന് സിറ്റിയിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. ആ ജീവികളെ സിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ജീവികളെ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് ക്രിസ്റ്റഫർ അവിടുന്ന് പോയി. എന്നാൽ ക്രിസ്റ്റഫർ പോയി കഴിഞ്ഞപ്പം ജീവികളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. ചെറുപ്പം മുതൽക്കേ ക്രിസ്റ്റഫർ അവറ്റകൾക്ക് ഫുഡ് കൊണ്ടു കൊടുക്കുന്ന കാരണം ഇവറ്റകൾ വേട്ടയാടിയിട്ടൊന്നുമില്ല. ഇപ്പൊ ക്രിസ്റ്റഫർ അവറ്റകളെ വിട്ടു പോയതുകൊണ്ട് അവറ്റകൾക്ക് കഴിക്കാൻ ഭക്ഷണവും ഇല്ല. അങ്ങനെ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഒരു ദിവസം ആ ജീവികൾ ഒരു തീരുമാനമെടുത്തു. അവരുടെ കൂട്ടത്തിൽ ഒരാളെ തന്നെ കൊന്നുകളയാം. അങ്ങനെ അവരുടെ കൂട്ടത്തിൽ ഒരാളെ കൊന്നു തിന്നു. എന്നാൽ അതിനുശേഷം ആ ജീവികൾക്ക് വല്ലാത്തൊരു ദേഷ്യമായിരുന്നു. അവരെ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോയ ക്രിസ്റ്റഫറിന്റെ അടുത്താണ് അവറ്റകൾക്ക് ഏറ്റവും ദേഷ്യം. മാത്രമല്ല അവനെ പോലിരിക്കുന്ന മനുഷ്യരുടെ അടുത്തും. പിന്നീട് അങ്ങോട്ട് ഏത് മനുഷ്യരെ കണ്ടാലും ആ ജീവികൾ വേട്ടയാടാൻ തുടങ്ങി. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ 5 വർഷമായി. പഠിത്തമൊക്കെ കഴിഞ്ഞ് ക്രിസ്റ്റഫർ അവന്റെ ഭാര്യയും കൂട്ടി അവന്റെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. നാട്ടിലേക്ക് എത്തിയ ഉടനെ അവർ നേരെ വന്നിരിക്കുന്ന ആ കാട്ടിലേക്കാണ്. എങ്ങനെയെങ്കിലും അവന്റെ ആ ഫ്രണ്ട്സിനെ കണ്ടെത്തണം. അങ്ങനെ അവർ കാട് മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി. പക്ഷെ എവിടെ നോക്കിയിട്ടും അവന്റെ ആ ഫ്രണ്ട്സിനെ അവർക്ക് അവിടെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അവന്റെ ഭാര്യയ്ക്കാണെങ്കിൽ നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നത്. അത് അവന്റെ ഫ്രണ്ട്സ് ആണ് എന്ന കാര്യം അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ ഭാര്യയും കൂട്ടി ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോവാണ്. അവരവിടേക്ക് എത്തുമ്പം അവിടെ ഒരു വീടുണ്ട്. ഈ സെറ്റപ്പ് ഒക്കെ അവൻ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പുള്ളത് തന്നെയാണ്. പക്ഷെ അതൊക്കെ തകർന്നു കിടക്കാണ്. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന കാര്യം ക്രിസ്റ്റഫറിന് മനസ്സിലായിട്ടില്ല. അങ്ങനെ അവൻ അവന്റെ ഭാര്യയും കൂട്ടി അവിടെയുള്ള ആ വീടിന്റെ അകത്തേക്ക് കയറി. എന്നിട്ട് അവന്റെ ഫ്രണ്ട്സിനെ അവിടേക്ക് സെർച്ച് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അതിനകത്തും അവന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ സമയത്താണ് അവർക്ക് അവിടെ നിന്നൊരു ഫോട്ടോ കിട്ടുന്നത്. അത് ഈ ക്രിസ്റ്റഫറിന്റെ കുട്ടിക്കാലത്തുള്ള ഫോട്ടോയാണ്. എന്നാൽ ആ ഫോട്ടോ ഇപ്പൊ കുത്തി വരച്ചു വെച്ചിരിക്കുകയാണ്, ആരോ ദേഷ്യം തീർത്തതുപോലെ. അത് കാണുമ്പോൾ ഇതാരാണ് ചെയ്തത് എന്നാണ് ക്രിസ്റ്റഫർ ചിന്തിക്കുന്നത്. പെട്ടെന്നാണ് ഒരു ശബ്ദം കേൾക്കുന്നത്. അത് കേട്ട ഉടനെ തന്നെ അവരവിടുത്തെ കട്ടിലിന്റെ അപ്പുറത്തേക്ക് മറിഞ്ഞിരിക്കുകയാണ്. അത് അവന്റെ ഫ്രണ്ട്സിൽ ഒരുത്തനായിരുന്നു. അതങ്ങോട്ട് വന്നിട്ട് അവിടുത്തെ ബെഡിൽ കയറി കിടന്നു. അതിന്റെ ആ രൂപമൊക്കെ കാണുമ്പോൾ ക്രിസ്റ്റഫറിന് വല്ലാതെ പേടിയാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനും അവന്റെ ഭാര്യയും അവിടെ പതുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ രാത്രി ആ ജീവി ഉറങ്ങി കഴിയുമ്പോഴാണ് അവർ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം. അതിനുവേണ്ടി അവർ വേഗം താഴേക്ക് നടക്കാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നാണ് അവന്റെ ഫ്രണ്ട്സിലെ മറ്റൊരു ജീവി വന്നിട്ട് അവന്റെ ഭാര്യയെ പിടിക്കുന്നത്. അതിപ്പോ ഒരു ചങ്ങല അവളുടെ കഴുത്തിലേക്കിട്ട് അവളെ പിടിച്ച് വലിക്കാൻ തുടങ്ങി. ഈ ജീവിയുടെ പേര് പിഗ്ലെറ്റ് എന്നാണ്. മനുഷ്യന്റെ ശരീരവും പന്നിയുടെ തലയുമാണിതിന്. ക്രിസ്റ്റഫർ എത്ര പറഞ്ഞിട്ടും പിഗ്ലെറ്റ് അവളെ വിടുന്നില്ല. അങ്ങനെ അവന്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ പിഗ്ലെറ്റ് അവന്റെ ഭാര്യയുടെ കഴുത്തി തിരിച്ച് കൊന്നുകളയാണ്. ഇത് കാണുന്ന ക്രിസ്റ്റഫർ ആണെങ്കിൽ പേടിച്ച് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. എന്നാൽ കുറെ ഓടി ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് അവന്റെ മറ്റൊരു ഫ്രണ്ട് അങ്ങോട്ട് വരുന്നത്. ഇതിന്റെ പേര് പൂ എന്നാണ്. മനുഷ്യന്റെ ശരീരവും കരടിയുടെ തലയുമാണിതിന്. ഈ പൂ ആണ് ഇവന്റെ ഫ്രണ്ട്സിന്റെ ലീഡർ. ഇപ്പൊ ഈ പൂവും പിഗ്ലെറ്റും മാത്രമേ അവിടെയുള്ളൂ. അങ്ങനെ ക്രിസ്റ്റഫറിനെ കണ്ടെത്തിയ ഉടനെ തന്നെ പിഗ്ലെറ്റും പൂവും കൂടെ അവനെയും വലിച്ചടിച്ചുകൊണ്ട് അവിടുന്ന് പോവാണ്. ഇവിടെയാണ് ഈ സിനിമയുടെ പേരെഴുതി കാണിക്കുന്നത്. വിന്നി ദ പൂ ബ്ലഡ് ആൻഡ് ഹണി. ഇതാണ് ഈ സിനിമയുടെ പേര്. 2023 ഈ സിനിമ റിലീസായിരിക്കുന്നത്. ഇനി കാണിക്കുന്നത് 5 സുഹൃത്തുക്കളെയാണ്. എല്ലാവരും ലേഡീസ് ആണ്. ഇവരെല്ലാവരും ഇപ്പൊ ആ കാട്ടിലേക്ക് വന്നു. അവരിപ്പം കാട്ടിലൊരു ക്യാബിൻ റെന്റ് എടുത്തിട്ടുണ്ട്. അവിടെയാണ് ഇനി കുറച്ച് ദിവസം അവർ താമസിക്കാൻ പോകുന്നത്. പോകുന്ന വഴിക്ക് അവരവിടെയുള്ള ഒരു ഷോപ്പ് കയറുന്നുണ്ട് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അവിടെ ആരെയും കാണാത്തതുകൊണ്ട് മരിയ ഇപ്പൊ ആ കടയ്ക്കുള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഈ സമയത്താണ് ആ കടയുടെ ഓണർ അങ്ങോട്ട് വരുന്നത്. അയാളെ കാണുമ്പോൾ മരിയ ചോദിക്കുന്നത് പെട്രോൾ അടിക്കാൻ പറ്റുമെന്നാണ്. അത് കേൾക്കുമ്പോൾ നീ ഇവിടുത്തെ അവസ്ഥയൊക്കെ കണ്ടില്ലേ, ഒരുപാട് കാലമായിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കേടായിരിക്കുകയാണ്, ഇവിടെ പെട്രോൾ ഒന്നും കിട്ടത്തില്ല എന്നാണ് അയാൾ പറയുന്നത്. അതിനെ തുടർന്ന് അവൾ അവിടെ നിന്ന് തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ 5 സുഹൃത്തുക്കളും ഇപ്പൊ അവർ റെന്റിനെടുത്ത് ആ ക്യാബിനിൽ എത്തിയിരിക്കുകയാണ്. ഇവരുടെ കൂട്ടത്തിൽ മറ്റൊരു ലേഡിയും കൂടെ ഉണ്ട്. അവളുടെ പേര് ടീന എന്നാണ്. അവളിപ്പോൾ ഇവരുടെ അടുത്തേക്ക് എത്തിയിട്ടില്ല. അവൾ അങ്ങോട്ട് വരുന്നേ ഉള്ളൂ. പക്ഷെ അവളിപ്പോൾ കാട്ടിൽ ഒറ്റപ്പെട്ടു പോയി. എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന കാര്യം അവൾക്ക് അറിയത്തില്ല. മാത്രമല്ല ഫോണിൽ വിളിച്ചിട്ട് മരിയയും കൂട്ടരെയും കിട്ടുന്നുമില്ല. അങ്ങനെ ആ കാട്ടിലൂടെ നടക്കുമ്പോഴാണ് പെട്ടെന്ന് പൂ അവളുടെ അടുത്തേക്ക് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ ടീന പേടിച്ചോടാൻ തുടങ്ങി. അങ്ങനെ അവൾ നേരെ ഓടി ചെല്ലുന്നത് അവിടെയുള്ള ഒരു ഷെൽട്ടറിന്റെ അകത്തേക്കാണ്. എന്നാൽ പൂ അവളെ വിടുന്നില്ല. അതും അവളുടെ പുറകെയുണ്ട്. അങ്ങനെ ടീന അവിടെ പതുങ്ങിയിരിക്കുമെങ്കിലും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പൂ അവളെ കണ്ടെത്തി. അതിനുശേഷം പൂ ഇപ്പോൾ അവളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അതിപ്പോൾ അവളെ പിടിച്ചിട്ട് അവളുടെ തല ഇങ്ങനെ അവിടെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ ഇടിച്ചിട്ട് അതിപ്പോൾ ടീനയെ കൊന്നു കളഞ്ഞു. എന്നിട്ട് അവളുടെ ശരീരം എടുത്ത് മരങ്ങളെ ചോപ്പ് ചെയ്യുന്നൊരു മെഷീൻ്റെ അകത്തേക്ക് ഇടാണ്. അങ്ങനെ പൂ അവളെ മൊത്തത്തിൽ അങ്ങോട്ട് അരച്ചെടുത്തു. ഇതേ സമയം തന്നെ ഈ ടീനയുടെ അവസ്ഥയൊന്നും അറിയാതെ മരിയയും കൂട്ടർ അവരുടെ വീട്ടിലാണ്. മരിയയ്ക്ക് ഇതിനു മുമ്പ് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആരോ അവളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു.
ആ സംഭവം മനസ്സിലായ അന്നു മുതൽ അവള് മര്യാദയ്ക്കൊന്നും കിടന്നുറങ്ങിയിട്ടില്ല. ആ ഒരു കഥയാണ് ഇപ്പൊ അവൾ അവളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുന്നത്. ഈ സമയം പൂ ആണെങ്കിൽ ടീനയെ കൊന്നു കളഞ്ഞതിന് ശേഷം നേരെ പോകുന്നത് മറ്റൊരാളുടെ അടുത്തേക്കാണ്. അത് ആ ക്രിസ്റ്റഫർ ആയിരുന്നു. പൂവും പിഗ്ലറ്റും ക്രിസ്റ്റഫറിനെ ഇതുവരെയായിട്ടും കൊന്നിട്ടില്ല. അവരിപ്പം അവനെ അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. മാത്രമല്ല അവരവനെ നന്നായിട്ട് ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സമയം പൂ അങ്ങോട്ട് വരുന്ന കാണുമ്പോൾ ക്രിസ്റ്റഫർ വല്ലാതെ കരയാൻ തുടങ്ങി. എന്തിനാണ് പൂ നീ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യുന്നത്? നമ്മൾ സുഹൃത്തുക്കളായിരുന്നില്ലേ? ഒരുപാട് വർഷങ്ങൾ വളരെ സന്തോഷത്തോടെ നമ്മൾ ജീവിച്ചതല്ലേ? നിങ്ങൾക്ക് ഞാൻ ഉപകാരം മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ, എന്നിട്ട് എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ദാരുണമായിട്ടാണ് അവനിപ്പോൾ പൂവിൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പം പൂവിന് ശരിക്കും വിഷമം വരാൻ തുടങ്ങി. ഈ ഒരു സമയത്ത് ക്രിസ്റ്റഫറിന്റെ കുട്ടിക്കാലത്തെ രൂപമാണ് അവന് മുന്നിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എന്നാൽ പിന്നീട് അവൻ ചിന്തിക്കുന്നത് അവര് കൊന്നു കളഞ്ഞ അവരുടെ ഫ്രണ്ടിനെ കുറിച്ചാണ്. ഈ ക്രിസ്റ്റഫർ ഒരാൾ കാരണമാണ് അവർക്ക് പിന്നീട് വിശന്നതും ആ വിശപ്പ് സഹിക്കാൻ പറ്റാതെ അവർക്ക് അവരുടെ ഫ്രണ്ടിനെ കൊല്ലേണ്ടി വന്നതും. ഇതൊക്കെ ആലോചിക്കുമ്പോൾ പൂവിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അവൻ അവിടെ മൊത്തം തല്ലിപ്പൊളിക്കാൻ തുടങ്ങി. മാത്രമല്ല അവിടെ ഒരു ലേഡിയുടെ മുടി അടക്കുന്നുണ്ട്. അവൻ അത് വെച്ചിട്ട് ക്രിസ്റ്റഫറിനെ ശരിക്കും ഇട്ട് അടിക്കുകയാണ്. അങ്ങനെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നേരത്തെ അവൻ കൊന്ന ടീനയുണ്ടല്ലോ, അവളുടെ ബ്ലഡ് വെച്ചിട്ട് പൂ ഇപ്പോൾ ക്രിസ്റ്റഫറിനെ കുളിപ്പിക്കുകയാണ്. ഈ ഒരു രീതിയിലാണ് പൂ ഇപ്പം ക്രിസ്റ്റഫറിനോടുള്ള പ്രതികാരം ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ലാറ എന്ന പെൺകുട്ടി ഇപ്പൊ അവിടെ ഇരുന്ന് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ആ ലേഡീസിനൊക്കെ മണം പിടിച്ചിട്ട് പൂവും പിഗ്ലറ്റും അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. വന്ന ഉടനെ തന്നെ അവർ ലാറയെ പിടിച്ചു. അതിനുശേഷം അവരിങ്ങനെ വലിച്ചടിച്ചോണ്ട് പോകാൻ തുടങ്ങി. പിഗ്ലറ്റ് ഇപ്പം ഒരു ചുറ്റി കയ്യിലെടുത്തിട്ടുണ്ട്. പൂ ആണെങ്കിൽ അവിടെയുള്ള ഒരു കാറിലേക്ക് കയറി. ലാറയെ അവരിങ്ങനെ നിലത്ത് കടത്തിയിരിക്കുകയാണ്. ഈ സമയം പൂ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാറ് നേരെ ഓടിച്ചോണ്ട് വന്നിട്ട് ലാറയുടെ തലയ്ക്ക് മുകളിലൂടെ കയറ്റാണ്. ലാറയാണെങ്കിൽ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ആ കാറ് തലയിലൂടെ കയറ്റി ഇറക്കിയിട്ട് പൂ അവളെ കൊന്നു കളയുന്നു. ഈ സമയം ലാറ നിലവിളിച്ചത് അവളുടെ 2 ഫ്രണ്ട്സും കേൾക്കുന്നുണ്ട്. അവരവിടെ ഒരു സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു. ശബ്ദം കേട്ട ഉടനെ തന്നെ അവർ ആ സ്ഥലത്തേക്ക് എത്തി. എന്നാൽ അവിടുത്തെ കാഴ്ച അവരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ലാറ ഇപ്പൊ തല അരഞ്ഞു പോയിട്ട് അവിടെ കിടക്കുകയാണ്. ഒരു ഞെട്ടലോടെ അവർ വേഗം തന്നെ അവരുടെ വീട്ടിനകത്തേക്ക് കയറി. ഈ സമയം അവരുടെ ബാക്കി 2 ഫ്രണ്ട്സും ആ വീട്ടിനകത്തുണ്ട്. അങ്ങനെ ആ വീടിനകത്തേക്ക് കയറി കഴിയുമ്പോഴാണ് അവരവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഇറങ്ങി പോകാനാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഒരു ലേഡി ചോദിക്കുന്നത് ഇനിയിപ്പം മരിയയുടെ പുറകെ വന്ന ആളായിരിക്കും അതൊക്കെ ചെയ്യുന്നതെന്നാണ്. അത് കേൾക്കുമ്പോൾ അയാളല്ല, അയാൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല എന്നാണ് മരിയ പറയുന്നത്. അങ്ങനെ അവർ പതുക്കെ ആ വീടിനകത്തൂടെ നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് അവർ പൂവിനെ കാണുന്നത്. ആ ജീവിയുടെ രൂപം കണ്ട് അവർ ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ അവർ കിട്ടിയ ആയുധങ്ങളൊക്കെ കയ്യിലെടുത്തു. എന്നാൽ ഈ സമയം പൂവും പിഗ്ലറ്റും ആ വീടിന്റെ അകത്തേക്ക് കയറിയിട്ടില്ല. അവരിപ്പോൾ ആ വീടിന് ചുറ്റും കറങ്ങി നടക്കുകയാണ്. ഇതേ സമയം തന്നെ പെമ്പിള്ളേരാണെങ്കിൽ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിനിടയിലാണ് അവരൊരു കാര്യം ചിന്തിക്കുന്നത്. ഇപ്പൊ ലാറ പുറത്തേക്ക് പോയതുകൊണ്ട് ഒരു പക്ഷേ അവള് ഡോർ അടച്ചിട്ടുണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ 2 ആൾക്കാർ ഇപ്പോൾ ആ ഡോർ അടയ്ക്കാൻ വേണ്ടി പോവാണ്. ഈ സമയം മരിയ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലൊരു തോക്കുണ്ട്, നമുക്ക് പോയി അതെടുക്കാമെന്ന് പറഞ്ഞിട്ട് അവള് മറ്റവളെയും കൂട്ടി നേരെ അവളുടെ റൂമിലേക്കാണ് പോകുന്നത്. അങ്ങനെ അവർ മുകളിലെത്തി ആ തോക്കെടുത്തു. അതിനുശേഷം അവർ പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് അവർ ആ കാഴ്ച കാണുന്നത്. പൂ ഇപ്പം അവരുടെ വീടിനകത്തേക്ക് കയറിയിട്ടുണ്ട്. അതിപ്പം ആ പെമ്പിള്ളേർ അവിടെ തെരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഈ സമയം തന്നെ നേരത്തെ പോയ 2 ലേഡീസും ഇപ്പം ആ വീടിലുള്ള പൂളിൻ്റെ അടുത്താണ്. അവരിങ്ങനെ പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് മുകളിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അതിൽ നിന്നും ആ ജീവികൾ അകത്തേക്ക് കയറിയിട്ടുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് പിഗ്ലറ്റ് അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവൻ ഒരുത്തി അടിച്ച് താഴേക്കിട്ടു. ഈ സമയം മറ്റവളാണെങ്കിൽ ആ പൂളിലേക്ക് വീണു പോവാണ്. ആ പിഗ്ലറ്റിന്റെ കയ്യിൽ ഒരു ചുറ്റികയുണ്ട്. മാത്രമല്ല അവന്റെ കഴുത്തിൽ ഒരു ചങ്ങലയും കിടക്കുന്നുണ്ട്. അവൻ നേരത്തെ ഇടിച്ചിട്ട് ആ പെണ്ണുണ്ടല്ലോ, അവനിപ്പോൾ ആ ചുറ്റിക വെച്ചിട്ട് അവളെ കൊല്ലാൻ വേണ്ടി പോവാണ്. എന്നാൽ ഈ സമയം പൂളിൽ നിൽക്കുന്ന പെണ്ണ് ഉറക്കെ ബഹളം വെക്കാൻ തുടങ്ങി. അത് കാണുന്ന പിഗ്ലറ്റ് ആണെങ്കിൽ അവിടെ കിടക്കുന്ന പെണ്ണിനെ വിട്ടിട്ട് ആ പൂളിൽ നിൽക്കുന്ന പെണ്ണിന്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ അവൻ പൂളിലേക്ക് ഇറങ്ങിയിട്ട് അവളുടെ അടുത്തേക്ക് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. അവളാണെങ്കിൽ പുറകിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവളുടെ അടുത്ത് എത്തി കഴിയുമ്പോൾ പിഗ്ലറ്റ് ആ ചുറ്റിക വെച്ചിട്ട് അവളുടെ തലയ്ക്ക് ഒരു അടി കൊടുക്കുകയാണ്. അതോടുകൂടെ അവൾ മരിച്ചു വീഴുകയും ചെയ്തു. ഇതെല്ലാം കണ്ട് ആകെ ഞെട്ടിയിരിക്കുകയാണ് നേരത്തെ താഴെ വീണ പെണ്ണ്. ഈ സമയം തന്നെ മരിയയും മറ്റേ പെണ്ണും ആ മുകളിലത്തെ ഫ്ലോറിൽ തന്നെയാണ്. ഇപ്പൊ അവര് നോക്കുമ്പോൾ പൂ ഇപ്പൊ അവിടുന്ന് പോകുന്നതാണ് കാണുന്നത്. അത് കണ്ട ഉടനെ ആ പെമ്പിള്ളേര് താഴേക്ക് ഇറങ്ങി. അവിടുത്തെ കാഴ്ച അവരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ആ പൂളിൽ മരിച്ചടക്കുന്ന പെണ്ണിനെയാണ് അവർ കാണുന്നത്. ഈ സമയത്താണ് അവർ മറ്റൊരു കാഴ്ച ശ്രദ്ധിക്കുന്നത്. അവർ നോക്കുമ്പോൾ പൂവും പിഗ്ലറ്റും കൂടെ അവിടെ നിലത്ത് വീണ് നടന്ന ആ പെണ്ണിനെ എടുത്തുകൊണ്ട് പോകുന്നതാണ് കാണുന്നത്. അങ്ങനെ വേഗം തന്നെ അവർ പൂവിനെയും പിഗ്ലറ്റിനെയും ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ പൂവും പിഗ്ലറ്റും കൂടെ എടുത്തുകൊണ്ട് പോയിരിക്കുന്ന ആ പെണ്ണിന്റെ പേര് സോയി എന്നാണ്. ഇപ്പൊ അവരെ ഫോളോ ചെയ്യുന്നത് മരിയയും ജെസിക്കയും. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. പൂവും പിഗ്ലറ്റും കൂടെ ആ സോയിയെ അവരുടെ ഹൈഡൌട്ടിൽ കിടത്തിയിരിക്കുകയാണ്. കൈയും കാലും ഒക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഈ സമയം സോയി കണ്ണു തുറന്നു നോക്കുമ്പോൾ അവളുടെ തൊട്ടടുത്തായിട്ട് പൂ ഇരിക്കുന്നുണ്ട്. അത് കുറച്ച് തേനെടുത്തിട്ട് അതിന്റെ വായ്ക്ക് ചുറ്റും ഇങ്ങനെ തേക്കുകയാണ്. അതിനുശേഷം അത് സോയിയുടെ അടുത്തേക്ക് വന്നിട്ട് ആ തേനിപ്പോൾ അവളുടെ തലയിലേക്ക് ഉറ്റിക്കാൻ തുടങ്ങി. എന്നിട്ട് ആ പണിയൊക്കെ ചെയ്തു തീർത്തിട്ട് പൂ അതിന്റെ കൈ വെച്ചിട്ട് അവളുടെ മുഖത്ത് ശക്തിയായിട്ട് അടിക്കുകയാണ്.
അങ്ങനെ കുറെ അടി കിട്ടുമ്പോൾ സോയിയുടെ ബോധം പോവുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് പൂ അവിടുന്ന് പോയി കഴിയുമ്പോൾ മരിയെ ജെസിക്കയും കൊണ്ട് അങ്ങോട്ട് എത്തി. അവർ ഉടനെ തന്നെ സോയിയെ അവിടുന്ന് മോചിപ്പിക്കുകയാണ്. അങ്ങനെ അവർ വേഗം തന്നെ അവിടുന്ന് നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ഒരു പെണ്ണിന്റെ നിലവിളി ശബ്ദം അവർ കേൾക്കുന്നത്. അതിൽ നിന്നും അവിടെ വേറെ ആരെയോ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അവർ വേഗം തന്നെ ആ ലേഡിയെ അന്വേഷിച്ചു പോവാണ്. അങ്ങനെ അവർ നടന്ന് എത്തിച്ചേരുന്നത് ആ ക്രിസ്റ്റഫറിന്റെ അടുത്താണ്. ആ പെമ്പിള്ളേരെ കാണുമ്പോൾ ക്രിസ്റ്റഫർ വല്ലാണ്ട് കരയാൻ തുടങ്ങി. എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷിച്ചതാ എന്നാണ് അവൻ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ മരിയയും കൂട്ടരും അവന്റെ കെട്ടുകളൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്തു. ഈ സമയത്താണ് വീണ്ടും ആ ലേഡിയുടെ നിലവിളി കേൾക്കുന്നത്. അത് കാണുമ്പോൾ നിങ്ങൾ എന്നെ ഇനി വിട്ടേക്ക്, ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളാം, നിങ്ങൾ പോയിട്ട് ആ ലേഡിയെ രക്ഷിക്കാൻ നോക്ക് എന്നാണ് ക്രിസ്റ്റഫർ ഇപ്പോൾ അവരുടെ അടുത്ത് പറയുന്നത്. അത് കേട്ട ഉടനെ അവരെല്ലാവരും ആ ലേഡിയുടെ അടുത്തേക്ക് പോവാണ്. അവരങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ആ ലേഡിയെ 2 ചങ്ങല കൊണ്ട് അവിടെ ബന്ധിച്ചിരിക്കുന്നതാണ് കാണുന്നത്. മാത്രമല്ല ആ ജീവികൾ അവളെ ശരിക്കും ഉപദ്രവിച്ചിട്ടുണ്ട്. മുഖത്തു നോക്കാൻ മൊത്തം ചോരയാണ് വരുന്നത്. അങ്ങനെ മരിയയും കൂട്ടരും ഉടനെ തന്നെ അവളുടെ ചങ്ങലയൊക്കെ അഴിച്ചു കൊടുത്തു. എന്നിട്ട് അവളെയും കൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് അവിടുത്തെ ഒരു കണ്ണാടിയിൽ ആ ലേഡി അവളുടെ മുഖം കാണുന്നത്. ഒരു ഞെട്ടലായിരുന്നു അവൾക്ക്. മാത്രമല്ല അവൾക്ക് വല്ലാതെ ദേഷ്യവും വരുന്നുണ്ട്. എന്നെ ഈ കോലത്തിലാക്കി അവന്മാരെ കൊന്നിട്ട് ഞാൻ ഇവിടുന്ന് വരത്തുള്ളൂ എന്നാണ് അവൾ പറയുന്നത്. മാത്രമല്ല അവള് മരിയുടെ കയ്യിൽ നിന്ന് ആ തോക്കും മേടിച്ചു. അങ്ങനെ അവള് വേഗം തന്നെ ആ പിഗ്ലെറ്റിനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. മരിയയും കൂട്ടരും ഇതെല്ലാം നോക്കിക്കൊണ്ട് അവിടെ പതുങ്ങിയിരിക്കുകയാണ്. ഈ സമയത്താണ് ആ പിഗ്ലെറ്റ് അങ്ങോട്ട് വരുന്നത്. ഈ സമയം ആ ലേഡി ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ തോക്ക് വർക്കാവുന്നില്ല. മാത്രമല്ല അപ്പോഴേക്കും പൂ അങ്ങോട്ട് എത്തി. അങ്ങനെ പെട്ടെന്ന് തന്നെ പൂ അവളെ ഇടിച്ച് താഴേക്ക് ഇട്ടു. അവളുടെ മുഖത്തേക്ക് കുറച്ച് തേന ഒഴിച്ചു കൊടുത്തു. ഈ സമയം പിഗ്ലെറ്റ് വന്നിട്ട് അവളുടെ മുഖം മൊത്തം കടിച്ചു പറിക്കുകയാണ്. ഇങ്ങനെയാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. ചോരയും തേനുമാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. ഇതെല്ലാം മരിയയും കൂട്ടരും കാണുന്നുണ്ട്. ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ട് അവരവിടെ നിന്ന് ഓടാൻ തുടങ്ങി. എന്നാൽ സോയി മാത്രം അവിടെ നിന്ന് പോയിട്ടില്ല. അവൾ അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ സമയം പൂ നേരെ പോകുന്നത് മരിയയുടെയും ജെസിക്കയുടെയും പുറകിലാണ്. അതിനിടയിൽ സോയി ആണെങ്കിൽ അവിടെ കിടക്കുന്ന ചുറ്റിക എടുത്തു. അതിനുശേഷം വേഗം ചെന്നിട്ട് ആ പിഗ്ലെറ്റിന്റെ മൂന്തക്കിട്ട് ഒരു അടി കൊടുക്കുകയാണ്. അങ്ങനെ അവനെ ഇടിച്ചു വീഴ്ത്തിയിട്ട് സോയി ഇപ്പൊ പിഗ്ലെറ്റിനെ അവിടെ ചങ്ങല കൊണ്ട് കെട്ടിയിട്ടു. അതിനുശേഷം അവൾ പിഗ്ലെറ്റിന്റെ അടുത്ത് പറയുന്നത്, ഇത്രയും കാലം മനുഷ്യരെ ഉപദ്രവിച്ചിട്ട് നീ സന്തോഷിച്ചില്ലേ, ഇനി അതിന്റെ ഒക്കെ ഫലം നീ അനുഭവിക്കാൻ പോവാണ് എന്നാണ് സോയി പിഗ്ലെറ്റിനെ പരിഹസിച്ചുകൊണ്ട് പറയുന്നത്. ഇതേ സമയം തന്നെ പൂ ആണെങ്കിൽ മരിയയുടെയും ജെസിക്കയുടെയും പുറകിലാണ്. എന്നാൽ അവൻ ഇതുവരെയായിട്ടും അവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല. ഈ സമയം സോയി ആണെങ്കിൽ ആ ചുറ്റിക വെച്ചിട്ട് പിഗ്ലെറ്റിനെ അടിക്കാൻ തുടങ്ങി. ആ അടി കിട്ടുമ്പോൾ അവൻ വല്ലാണ്ട് നിലവിളിക്കുന്നുണ്ട്. അങ്ങനെ കുറെ അടി കിട്ടി കഴിയുമ്പോൾ അവന്റെ ബോധം പോവാണ്. ഈ സമയത്താണ് പിഗ്ലെറ്റിന്റെ നിലവിളി ശബ്ദം കേട്ടിട്ട് പൂ അങ്ങോട്ട് ഓടിപ്പോകുന്നത്. അങ്ങനെ പിഗ്ലെറ്റിന്റെ അടുത്തേക്ക് എത്തിയ ഉടനെ തന്നെ അവൻ സോയിയുടെ കഴുത്തിനെ എറിപ്പിടിക്കുകയാണ്. എന്നിട്ട് അവന്റെ കയ്യിലെ കത്തി വെച്ചിട്ട് സോയിയുടെ വായ്ക്കകത്തേക്ക് കുത്തിയിറക്കുന്നു. അതോടുകൂടെ സോയി മരിച്ചുപോയി. അങ്ങനെ സോയിയുടെ പണി തീർത്തതിന് ശേഷം പൂ നേരെ വരുന്നത് മരിയയുടെയും ജെസിക്കയുടെ അടുത്തേക്കാണ്. അത് കണ്ട ഉടനെ തന്നെ അവരവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അങ്ങനെ കുറെ ഓടി അവരിപ്പോൾ റോഡിന്റെ അടുത്തെത്തി. ഈ സമയം അവർ നോക്കുമ്പോൾ ഒരു വണ്ടി അതിൽ വരുന്നുണ്ട്. അത് കണ്ട ഉടനെ തന്നെ അവരതിന് കൈ കാണിക്കുകയാണ്. ആ വണ്ടിയിലുണ്ടായിരുന്നത് നമ്മൾ നേരത്തെ ആ വർക്ക്ഷോപ്പിൽ കണ്ടില്ലായിരുന്നു ഒരാള്, അയാളും കൂട്ടരുമാണ്. അവരങ്ങോട്ട് ചെന്നിട്ട് അതിനകത്തുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ കാര്യം പറഞ്ഞു. ഈ സമയം അവർ നോക്കുമ്പോൾ പൂ കുറച്ച് അപ്പുറത്തായിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ എടുത്തിട്ട് നേരെ പൂവിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവനെ ഉപദ്രവിക്കാൻ തുടങ്ങി. പക്ഷെ അവരെങ്ങനെയൊക്കെ അടിച്ചിട്ടും പൂവിന്റെ ശരീരത്തിൽ അതൊന്നും ഏൽക്കുന്ന പോലുമില്ല. അങ്ങനെ കുറെ അടിച്ചിട്ട് അമ്മമാരുടെ കൈയൊക്കെ തളരുമ്പോൾ പൂ തിരിച്ചടിക്കാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് തന്നെ പൂ അമ്മമാരെ എല്ലാവരും ഇടിച്ചു വീഴ്ത്താണ്. അങ്ങനെ അമ്മമാരുടെ ഒക്കെ പണി തീർത്തതിന് ശേഷം പൂ നേരെ മരിയയുടെയും ജെസിക്കയുടെ അടുത്തേക്കാണ് പോകുന്നത്. ഈ സമയമാകുമ്പോഴേക്കും അവരവിടെ കിടക്കുന്ന ആ വണ്ടി എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങി. ഇപ്പൊ പൂ അങ്ങോട്ട് വരുന്ന കാണുമ്പോൾ അവർ പൂവിന്റെ ദേഹത്തേക്ക് വണ്ടി ഇടിച്ചിറക്കിയിട്ടാണ് അതിൽ പോകുന്നത്. എന്നാൽ പൂവിനൊന്നും പറ്റിയിട്ടില്ല. അവൻ വേഗം തന്നെ ആ വണ്ടിയുടെ പുറകിലൂടെ വേഗം അതിന്റെ അകത്തേക്ക് കയറി. അങ്ങനെ വണ്ടിയുടെ മുകളിലേക്ക് കയറി അതിന്റെ ചില്ലിനിട്ട് ഇടിക്കാൻ തുടങ്ങി. ഇതൊക്കെ കാണുന്ന ജെസിക്കയാണെങ്കിൽ ഉറക്കെ നിലവിളിക്കാണ്. അങ്ങനെ പൂ ഇങ്ങനെ ശക്തിയായിട്ട് ഇടിക്കുന്ന കാണുമ്പോൾ മരിയ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടിയുടെ ബ്രേക്ക് ഔട്ടി. അതോടുകൂടെ പൂ തെറിച്ച് മുന്നിലേക്ക് വീഴാണ്. അങ്ങനെ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പം മരിയയുടെ തല ആ സ്റ്റിയറിംഗിൽ ഇടിച്ചു. ഈ സമയം അവൾ നോക്കുമ്പോൾ പൂ ജെസിക്കനെയും കൊണ്ട് അവിടുന്ന് മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. അങ്ങനെ അവളുടെ കുറെ മുന്നിലെത്തിയതിനു ശേഷം പൂ ഇപ്പോൾ ജെസിക്കയുടെ തല ഇങ്ങോട്ട് അറുത്തെടുക്കുകയാണ്. എന്നിട്ട് ആ തല മരിയയ്ക്ക് പൊക്കി കാണിച്ചു കൊടുക്കുന്നു. അതൊക്കെ കണ്ട് ഉറക്കെ കരയാൻ മാത്രമേ മരിയയെ കൊണ്ട് സാധിക്കുന്നുള്ളൂ. അങ്ങനെ പൂ വീണ്ടും മരിയയുടെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് അവൾ ആ വണ്ടിയിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് ഇട്ടു. അതിനുശേഷം ഒരു കത്തി വെച്ചിട്ട് അവളെ കുത്താൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ക്രിസ്റ്റഫർ ഒരു വണ്ടി ഓടിച്ചു വന്നിട്ട് പൂവിനൊരു ഇടി കൊടുക്കുന്നത്. അതിനുശേഷം അവൻ വേഗം ചെന്നിട്ട് മരിയെ എഴുന്നേപ്പിക്കുന്നു. എന്നാൽ പൂവിനൊന്നും പറ്റിയിട്ടില്ല. അവൻ വീണ്ടും അവരുടെ അടുത്തേക്ക് വരികയാണ്. ക്രിസ്റ്റഫർ മരിയയും കൊണ്ട് അവിടെ നിന്ന് ഓടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ ഓൾറെഡി ക്ഷീണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് അത് സാധിക്കുന്നില്ല. അങ്ങനെ പൂ വന്നിട്ട് മരിയെ പിടിച്ചു. ഈ സമയം ക്രിസ്റ്റഫർ ആണെങ്കിൽ പൂവിന്റെ മുന്നിൽ ഇങ്ങനെ കെഞ്ചുന്നുണ്ട്. നീ ഒരുപാട് പേരെ കൊന്നലേ, ദയവ് ചെയ്തിട്ട് ഇവളെങ്കിലും വെറുതെ വിട് എന്നൊക്കെ ക്രിസ്റ്റഫർ പൂവിന്റെ മുമ്പിൽ ഇങ്ങനെ അപേക്ഷിക്കുകയാണ്. എന്നാൽ ഈ സമയം പൂ അവൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. നീ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയതല്ലേ എന്ന് പറഞ്ഞിട്ട് പൂ ആ കത്തി വെച്ചിട്ട് അവളുടെ കഴുത്ത് കട്ട് ചെയ്യാണ്. അത് കണ്ട് ഉറക്കെ കരയാൻ മാത്രമേ ക്രിസ്റ്റഫറിനെ കൊണ്ട് സാധിക്കുന്നുള്ളൂ.
ഇനിയിപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ക്രിസ്റ്റഫറിനും പണി കിട്ടും എന്ന കാര്യം അവനറിയാം. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റഫർ മരിയെ വിട്ടിട്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഈ സമയം പോവാണെങ്കിൽ ആ കത്തി വെച്ചിട്ട് മരിയെ ഇങ്ങനെ തുടരെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതും കണ്ടുകൊണ്ടാണ് ക്രിസ്റ്റഫർ അവിടെ നിന്ന് ഓടിപ്പോകുന്നത്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിരുന്നു ഈ സിനിമ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ എന്താണ് ഈ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? എന്താണെങ്കിലും എഴുതി അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.